നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. എമ്മിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുപ്രസ്താവനകൾ നൽകുന്നതിൽ നിന്ന് വ്യക്തികളെയും സംഘടനകളെയും വിലക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയുടെ പകർപ്പ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിക്ക് നൽകാൻ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മെഹ്ത എന്നിവരുടെ ബെഞ്ച് ഹർജിക്കാരനോടും നിർദ്ദേശിച്ചു. ഹർജിയിൽ 25-ന് വാദം കേൾക്കും. ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനയുടെ സ്ഥാപകൻ കെ പോൾ സുപ്രീം കോടതിയിൽ നേരിട്ടെത്തിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യമനിലായിരുന്നു തനിക്ക് നിമിഷപ്രിയയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു കത്ത് കിട്ടിയെന്ന് കെ പോൾ സുപ്രീം കോടതിയിൽ പറഞ്ഞു. യമനിലെ ഹൂതി ഭരണകൂടവുമായും നിമിഷപ്രിയയുടെ കുടുംബവുമായി താൻ സംസാരിച്ചുവെന്നും വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നതിനുള്ള നിയമ ഇടപെടലിനായി നിമിഷപ്രിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഹർജിക്കാരൻ അവകാശപ്പെട്ടു. ഈ മാസം 24-നോ 25-നോ നിമിഷപ്രിയയെ തൂക്കിലേറ്റാനുള്ള സാധ്യതയുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ചിലർ വ്യാജ പ്രസ്താവനകൾ നൽകുകയാണെന്നും അതിനാലാണ് മാധ്യമങ്ങളെ വിലക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും കെ പോൾ വിശദീകരിച്ചത്. നിമിഷപ്രിയയ്ക്ക് നിയമസഹായം ലഭ്യമാക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നൽകിയ സമാന ഹർജിയുമായി പ്രസ്തുത ഹർജി കൂട്ടിച്ചേർക്കുമെന്നും കോടതി അറിയിച്ചു. മോചന ദിവ്യമെന്ന പേരിൽ വ്യാജ പണപ്പിരിവ് നടത്തുന്നുവെന്ന് ആരോപിച്ച് കെ പോളിനെതിരെ പരാതി ഉയർന്നതിന് പിന്നാലെയാണ് ഹർജി. കെ പോളിന്റെ എക്സ് അക്കൗണ്ടിൽ നിന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമായ തുക വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ഇത്തരം സംഭാവനകൾ സ്വീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി വസ്തുതാ പരിശോധന വിഭാഗം രംഗത്ത് വന്നിരുന്നത്.